മണിച്ചിത്രത്താഴ് യഥാർത്ഥ കഥ. ആലപ്പുഴ ഹരിപ്പാട് മുട്ടം എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന കൊച്ചുകുഞ്ഞ് എന്ന ആളായിരുന്നു യഥാർത്ഥത്തിൽ മണിച്ചിത്രത്താഴിൽ നമ്മൾ കണ്ട കാരണവർ. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബമായിരുന്നു കാരണവരുടേത്. അങ്ങനെയെങ്കിൽ തെക്കിനിയിൽ ആഹരി രാഗത്തിൽ പാടി ചിലങ്ക കെട്ടിക്കൊണ്ട് നൃത്തമാടുന്ന നാഗവല്ലിയുടെ ആത്മാവ് ശരിക്കുമുള്ളതായിരുന്നോ? അത് പറയുന്നതിന് മുന്നേ എങ്ങനെ ഈ തറവാടുണ്ടായെന്നും അവരെങ്ങനെ ഇത്രയും സമ്പത്താർജിച്ചെന്നുമൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15-ാം നൂറ്റാണ്ടിൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പ്രദേശത്ത് 2 ശക്തന്മാരായിരുന്ന യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അന്നത്തെ കേരളം എന്നാൽ 3 നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. അതുമാത്രമല്ല, അന്ന് ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലവുമായിരുന്നു. അന്നത്തെ ജാതി വ്യവസ്ഥയിൽ കീഴ്ജാതിയിൽപ്പെട്ട ഈ യോദ്ധാക്കളുടെ പയറ്റ് തിരുവിതാംകൂർ മുഴുവനും പ്രസിദ്ധമായിരുന്നു. അങ്ങനെ ഒരിക്കൽ തിരുവിതാംകൂർ രാജാവിന് ഇവരുടെ പയറ്റ് നേരിൽ കാണണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ രാജാവ് കുറച്ച് ഭടന്മാരെ ആലപ്പുഴയിലേക്ക് യോദ്ധാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി അയച്ചു. എന്നാൽ ഈ ഭടന്മാരുടെ പെരുമാറ്റം വളരെ മോശമായ രീതിയിലായിരുന്നതിനാൽ രാജാവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് യോദ്ധാക്കൾക്ക് മനസ്സിലായില്ല. എന്നു മാത്രമല്ല, അവരതിന് വിപരീതമായി ചിന്തിക്കുകയും ചെയ്തു. അതിനു കാരണം അന്നത്തെ കാലത്ത് കീഴ്ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും വിദ്യയിൽ കഴിവ് തെളിയിച്ചാൽ മേൽജാതിയിൽപ്പെട്ടവർ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇങ്ങനെ തങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്ന ഭടന്മാരാണെന്ന് കരുതി ആ യോദ്ധാക്കൾ അവരെ മുഴുവൻ പടവെട്ടി വകവരുത്തി. എന്നിട്ട് ആ യോദ്ധാക്കൾ പരസ്പരം യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചു. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്തെ ഒരു സമ്പ്രദായമാണ്. യോദ്ധാക്കൾക്ക് മുന്നിൽ മരണം മാത്രമേ രക്ഷയുള്ളൂ എന്ന് വന്നാൽ അവർ പിടികൊടുക്കില്ല. പകരം യോദ്ധാക്കൾ പരസ്പരം പോരാടിയിട്ട് വീരമൃത്യു വരിക്കും. ഇവിടെ തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും ആ യോദ്ധാക്കൾക്ക് അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയ ഇവരുടെ ഒരേ ഒരു സഹോദരി തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്തെത്തി നടന്ന കാര്യങ്ങൾ രാജാവിനെ ബോധിപ്പിച്ചു. കാര്യങ്ങളെല്ലാം അറിഞ്ഞ രാജാവിന് ഏറെ വിഷമമുണ്ടായി. ഇതിനൊരു പ്രായശ്ചിത്തം എന്ന നിലയിൽ രാജാവ് യോദ്ധാക്കളുടെ സഹോദരിക്കും കുടുംബത്തിനും ഒരുപാട് ധനവും നിലവും മറ്റ് സമ്പാദ്യങ്ങളും നൽകുകയുണ്ടായി. ആ തറവാടാണ് ആലുമൂട്ടിൽ മന അഥവാ മണിച്ചിത്രത്താഴിലെ മാടമ്പള്ളി കൊട്ടാരം. വർഷങ്ങൾക്ക് ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ നാരായണിയമ്മ എന്ന സ്ത്രീ ഈ മനയുടെ കാരണവർ സ്ഥാനത്തിരിക്കുമ്പോഴാണ് നാഗവല്ലിയുടെ സംഭവങ്ങൾ നടക്കുന്നത്. ഈ നാരായണിയമ്മ ഒരുപാട് കഴിവുകളുള്ള ഒരു മഹിളാരത്നമായിരുന്നു. അവർ ഒറ്റയ്ക്കായിരുന്നു ആലുമൂട്ടിൽ തറവാടിൻ്റെ മേൽനോട്ടവും മറ്റു വ്യാപാരങ്ങളുമെല്ലാം നോക്കി നടത്തിയിരുന്നത്. പക്ഷേ നാരായണി അമ്മയ്ക്ക് പ്രായമായപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്തുവാൻ പ്രയാസമായി. അങ്ങനെയാണ് അവർ തൻ്റെ അർദ്ധ സഹോദരനായിരുന്ന കൊച്ചുകുഞ്ഞിനെ തറവാടിൻ്റെ മേൽനോട്ടത്തിനായി ഹരിപ്പാട്ടേക്ക് വിളിച്ചു വരുത്തി. ഈ കൊച്ചുകുഞ്ഞായിരുന്നു മണിച്ചിത്രത്താഴ് സിനിമയിൽ നമ്മൾ കണ്ട ശങ്കരൻ തമ്പി എന്ന ക്രൂരനായ കാരണവർ. എന്നാൽ അതൊക്കെ സിനിമയിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ കൊച്ചുകുഞ്ഞ് വളരെ നല്ല മനുഷ്യനും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയുള്ള വ്യക്തിയുമായിരുന്നു. കൊച്ചുകുഞ്ഞിൻ്റെ വരവിന് ശേഷം ആലുമൂട്ടിൽ കുടുംബത്തിൻ്റെ പ്രശസ്തിയും സമ്പത്തും പല ഇരട്ടിയായി വർദ്ധിച്ചു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും സമ്പത്തുള്ള കുടുംബമായി ആലുമൂട്ടിൽ മന മാറി. കൊച്ചുകുഞ്ഞിൻ്റെ കഴിവുകൾ കണ്ട അന്നത്തെ തിരുവിതാംകൂർ രാജാവ് കൊച്ചുകുഞ്ഞിന് ചാന്നാർ സ്ഥാനം നൽകി ആദരിക്കുകയുണ്ടായി. അങ്ങനെ കൊച്ചുകുഞ്ഞ് ചാന്നാറായി. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ 2 പേർക്ക് മാത്രമേ കാർ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് രാജാവിനും പിന്നെ കൊച്ചുകുഞ്ഞ് ചാന്നാർക്കും. അതും ആദ്യം വാങ്ങിയതും അത് ഓടിക്കാൻ വേണ്ടി സ്വന്തമായി വഴി വെട്ടിയതും കൊച്ചുകുഞ്ഞ് ചാന്നാർ തന്നെയാണ്. അങ്ങനെ പതിയെ പതിയെ ഈ കുടുംബം ചാന്നാറിൻ്റെ കുടുംബമെന്ന് അറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ ഇത് നാരായണിയമ്മയ്ക്കും മക്കൾക്കും ഇഷ്ടമായില്ല. നാരായണിയമ്മ കൊച്ചുകുഞ്ഞ് ചാന്നാറിനെ കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അന്ന് മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നതിനാൽ തൻ്റെ സ്വത്തുക്കൾ തൻ്റെ മക്കൾക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ചാന്നാറിനെ തൻ്റെ സ്വത്തിൻ്റെ മേൽനോട്ടം നാരായണിയമ്മയെ ഏൽപ്പിച്ചത്. എന്നാൽ പതിയെ പതിയെ കാര്യങ്ങൾ നാരായണിയമ്മയുടെ കൈവിട്ടു പോകാൻ തുടങ്ങിയിരുന്നു. കാരണം കൊച്ചുകുഞ്ഞിൻ്റെ പ്രശസ്തി വർദ്ധിക്കുക മാത്രമല്ല, കൊച്ചുകുഞ്ഞ് ചാന്നാറിനെ രാജാവ് പ്രജാസഭയിലെ അംഗം കൂടിയാക്കിയിരുന്നു. പ്രജാസഭയിലെ അംഗമെന്ന് പറയുമ്പോൾ ഇന്നത്തെ MLAയ്ക്ക് തുല്യം.
കൊച്ചുകുഞ്ഞു ചാന്നാറിൻ്റെ ഒരു പ്രധാന വിനോദമായിരുന്നു കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ വേദി നൽകുകയെന്നത്. അതിനായി ആലുംമൂട്ടിൽ മേടയുടെ ഒരു ഭാഗം തന്നെ കൊച്ചുകുഞ്ഞു ചാന്നാർ ഒഴിച്ചിട്ടിരുന്നു. ആ ഭാഗത്തിൻ്റെ പേരാണ് ചിത്രശാല, അതായത് മണിച്ചിത്രത്താഴ് സിനിമയിലെ തെക്കിനി. ഈ ചിത്രശാലയിൽ ഒരുപാട് കലാകാരന്മാർ വന്ന് താമസിച്ച് നൃത്തവും സംഗീതവുമെല്ലാം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് കാണുവാനായി ധാരാളം ആളുകൾ ചിത്രശാലയിൽ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തഞ്ചാവൂരിൽ ഒരു നൃത്തം കാണാൻ പോകുകയുണ്ടായി. അവിടെ വെച്ച് കൊച്ചുകുഞ്ഞ് കണ്ടെത്തിയ ഒരു നർത്തകിയായിരുന്നു നാഗവല്ലി. നാഗവല്ലിയുടെ കഴിവുകൾ മനസ്സിലാക്കിയ കൊച്ചുകുഞ്ഞു ചാന്നാർ നാഗവല്ലിയെ ആലുംമൂട്ടിൽ മേടയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും തുടർന്ന് നാഗവല്ലി അവിടെ താമസിച്ച് നൃത്തം ചെയ്യുകയുമായിരുന്നു. അത് കാണാനും സമ്മാനങ്ങൾ നൽകാനും ധാരാളം ആളുകൾ അവിടേക്ക് വരികയും ചെയ്യുമായിരുന്നു. കാരണം അത്രത്തോളം കഴിവുണ്ടായിരുന്നു നാഗവല്ലിക്ക്. കൊച്ചുകുഞ്ഞു ചാന്നാർക്കും നാഗവല്ലിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ മണിച്ചിത്രത്താഴ് സിനിമയിൽ കാണിച്ചതുപോലെ യാതൊരു മോശം രീതിയിലുള്ള താല്പര്യവുമല്ലായിരുന്നു കൊച്ചുകുഞ്ഞിന്. മറിച്ച് നാഗവല്ലിയുടെ കഴിവ് കണ്ടിട്ടുള്ള ഒരു ആരാധനയായിരുന്നു. എന്നാൽ അതുവരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച നാഗവല്ലിയുടെ ചിന്ത മറ്റൊരു രീതിയിലായിരുന്നു. അവർ കൊച്ചുകുഞ്ഞു ചാന്നാറിനോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയുണ്ടായി. എന്നാൽ കൊച്ചുകുഞ്ഞു ചാന്നാറിന് നിലവിൽ 3 ഭാര്യമാരുണ്ടായിരുന്നു. എന്നിരുന്നാലും നാഗവല്ലിയെ കൊച്ചുകുഞ്ഞ് 4ാമത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ടിട്ടും നാരായണി അമ്മ ശാന്തമായി ഇരിക്കുകയാണ് ഉണ്ടായത്. കാരണം മരുമക്കത്തായം ഉള്ളതുകൊണ്ട് ചാന്നാർ എത്ര വിവാഹം കഴിച്ചാലും സ്വത്ത് മുഴുവൻ തൻ്റെ മക്കൾക്ക് തന്നെ ലഭിക്കും. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. ചാന്നാർ വിപ്ലവകരമായ ഒരു തീരുമാനം അന്ന് എടുക്കുകയുണ്ടായി. തൻ്റെ കാലശേഷം എല്ലാ ഭൂരിപക്ഷം സ്വത്തുക്കളുടെയും അവകാശം നാഗവല്ലിയിൽ തനിക്ക് ജനിക്കുന്ന മക്കളുടെ പേരിലായിരിക്കുമെന്നായിരുന്നു ആ തീരുമാനം. ഇതറിഞ്ഞ് ഇതിൽ ദേഷ്യം പൂണ്ട നാരായണിയമ്മയുടെ മക്കൾ ചാന്നാറിനെ വകവരുത്താൻ വരെ തീരുമാനിച്ചു. പക്ഷേ അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല. കാരണം ചാന്നാർ അത്രയ്ക്ക് കൂർമ്മ ബുദ്ധിയുള്ള ആളായിരുന്നു. അതിനു മുൻപും പല രീതിയിലുള്ള ആക്രമണങ്ങളും പുറത്തുനിന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കുമൊന്നും കൊച്ചുകുഞ്ഞിനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം ചാന്നാർ ചിത്രശാലയിൽ മരിച്ചു കിടക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. മരിച്ചത് സാധാരണ ഒരാളല്ലല്ലോ, തിരുവിതാംകൂർ രാജാവിന് തന്നെ വേണ്ടപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി കൂടിയാണ്. തിരുവിതാംകൂർ രാജാവ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒടുവിൽ ചാന്നാറിൻ്റെ മരുമക്കളിൽ ഒരാളായ ശേഖരൻ്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയും ശേഖരനെ തൂക്കിലേറ്റുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം ശേഖരൻ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു തനിക്കിതിൽ യാതൊരു പങ്കുമില്ലെന്ന്. ഇതിൽ സംശയം തോന്നിയ നാട്ടുകാർ കൊച്ചുകുഞ്ഞിൻ്റെ കൊലപാതകം വീണ്ടും അന്വേഷണം നടത്തി. അതിൽ ചുരുളഴിഞ്ഞത് വലിയൊരു ചതിയുടെ കഥയാണ്. നാഗവല്ലിയെ ചിത്രശാലയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതുപോലെ ചാന്നാർ ഒരു നർത്തകനെയും അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ആ നർത്തകൻ്റെ പേരാണ് രാമനാഥൻ. കൊച്ചുകുഞ്ഞു ചാന്നാറിന് നാഗവല്ലിയോട് കടുത്ത ആരാധനയും സ്നേഹവും പ്രണയവും ഉണ്ടായിരുന്നെങ്കിലും നാഗവല്ലി സ്നേഹിച്ചത് രാമനാഥനെ ആയിരുന്നു, കൂടാതെ ചാന്നാറിൻ്റെ സ്വത്തിനെയും. ഒരു ദിവസം രാമനാഥനെയും നാഗവല്ലിയെയും ചിത്രശാലയിൽ വെച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊച്ചുകുഞ്ഞു ചാന്നാർ കാണുകയും താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ചിത്രശാലയിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ കൊച്ചുകുഞ്ഞു ചാന്നാർ രാമനാഥനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് കരഞ്ഞപേക്ഷിച്ചിട്ടും ചാന്നാർ വഴങ്ങുന്നില്ല എന്ന് കണ്ട നാഗവല്ലി അവിടെ നിന്നും ഒരു വാളെടുത്ത് രാമനാഥന് നൽകുകയും രാമനാഥൻ ചാന്നാറിൻ്റെ ജീവൻ എടുക്കുകയുമായിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിലുണ്ടായ സംഭവം. ഈ സംഭവത്തെ മധുമുട്ടം എന്ന തിരക്കഥാകൃത്ത് കുറച്ച് മാറ്റങ്ങളോടെ അവതരിപ്പിച്ചപ്പോൾ അത് മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നു പിറന്നു. ഇപ്പോൾ തിയേറ്ററുകളിൽ മണിച്ചിത്രത്താഴിട്ട് വീണ്ടും ആളുകളെ പൂട്ടുമ്പോൾ ഈ യഥാർത്ഥ കഥയും ആളുകളിലേക്ക് എത്തട്ടെ.